ചായക്ക് ഇതിനെ ഹിന്ദിനെ എന്താ പറയുന്നത് അറിയാമോ? വെളുത്തുള്ളിനെ വെള്ളുള്ളിയോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രീസാമച്ചിയുടെ ഓറഞ്ച് തൊണ്ട് കൊണ്ടുള്ളൊരു അച്ചാറാണ്. കാരണം പല അച്ചാറുകൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഓറഞ്ച് തൊണ്ട് കൊണ്ട്, കാരണം ഓറഞ്ചിൻ്റെ തോട് പോലും അമ്മച്ചി വെറുതെ കളയില്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരിക്കും. നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അത് ഈ ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ടല്ലോ, ഓറഞ്ച് കൊണ്ടുവരുമ്പോൾ കഴുകണം എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ ഇട്ടല്ലേ ഓറഞ്ച് വരണത്. അപ്പോൾ ആ വിഷാംശം പോകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത്. ഓറഞ്ചൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ഉള്ളിലുള്ള അതിൻ്റെ ആ നാരുകളൊക്കെ അമ്മച്ചി വൃത്തിയാക്കി മാറ്റി ചെറിയ പീസായിട്ട് അരിഞ്ഞരിഞ്ഞ് മാറ്റിയിട്ടുള്ള ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിക്കല്ലേ? സ്റ്റൗ കത്തിച്ചു. ഇനി നമുക്കിതിൽ നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. നല്ലെണ്ണ അച്ചാറിന് നല്ലെണ്ണയാണ്, കുറച്ച് ഒഴിക്കാം കേട്ടോ. നല്ലെണ്ണ ചൂടായി വരണം അല്ലേ? ഈ നല്ലെണ്ണയിൽ ഈ ഓറഞ്ചിൻ്റെ തോട് വാട്ടിയെടുക്കണം. അമ്മച്ചി ഈ ഓറഞ്ച് തോട് കൊണ്ട് അച്ചാറിടാന്നൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? എവിടെ നിന്ന് അറിഞ്ഞത്? ഞാനിങ്ങനെ ഓരോന്നിരുന്നത് ചെയ്ത് നോക്കും, ഇത് ശരിയാകൂല എന്നത്. അങ്ങനെ ഓരോ സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അച്ചാറിടാൻ നോക്കും. അങ്ങനെ ചെയ്താണ്. നമ്മൾ മാങ്ങാച്ചാർ, നാരങ്ങ അച്ചാർ, അമ്പഴങ്ങ അച്ചാർ, ഇങ്ങനെ കുറേ അച്ചാറുകൾ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് തോട് കൊണ്ടുള്ള അച്ചാർ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അമ്മച്ചി എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓറഞ്ച് അച്ചാർ നമ്മൾ ചെയ്യാമെന്ന് വെച്ചത്. എന്തായാലും നല്ല ടേസ്റ്റ് അച്ചാറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് അച്ചാറിടാം, ക്യാരറ്റ് അച്ചാറിടാം. അതായത് എന്ത് കിട്ടിയാലും അമ്മച്ചി അച്ചാറിടും. ചാമ്പക്ക അച്ചാറിടാം, അമ്പഴങ്ങ, എല്ലാം കിട്ടുന്നൊക്കെ. എൻ്റെ കയ്യിൽ എന്ത് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും കറി വെക്കല്ലോ, അച്ചാറിടും. അച്ചാറിടാൻ ഭയങ്കര താല്പര്യം. അതിന് കൊച്ചുമോളുടെ ഭർത്താവ് പറയും, അമ്മച്ചിയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് അച്ചാറായിട്ട് വരും. അപ്പം ഞാൻ പറയും, വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതെ. അല്ല, ഇത് എല്ലാവർക്കും ഒരു പക്ഷെ പുതിയ അറിവും കൂടി ആയിരിക്കും ഈ ഓറഞ്ച് തോട് കൊണ്ട് അച്ചാർ. എത്തിപ്പോയല്ലോ. എന്നെ ഒഴിവാക്കാൻ നോക്കിയതല്ല, ഇവിടെ ഓറഞ്ചൊക്കെ വെച്ചിട്ട് ഞങ്ങളിന്ന് ഓറഞ്ച് അച്ചാർ ഇടുന്നങ്ങ് തീരുമാനിച്ചേ. സൂപ്പർ അല്ല അമ്മച്ചിയുടെ ഓറഞ്ച് അച്ചാർ? അതെ, ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കഴിച്ചു വന്നപ്പോൾ കഴിച്ചല്ലേ. പിന്നെ വേറൊരു അച്ചാർ അമ്മച്ചി ഉണ്ടാക്കും, അതറിയാമോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാന്ന്? ഒന്ന് ഗസ് ചെയ്ത് നോക്കാം, ഒരു വൈൽഡ് ഗസ്. വാട്ട് ഷീ വുഡ് ബി മേക്കിംഗ്. ഏതച്ചാറായിരിക്കും യൂഷ്വലി ആൾക്കാർ കഴിക്കാത്തൊരു അച്ചാർ? നാരങ്ങ അച്ചാർ എല്ലാവരും കഴിക്കുന്നതല്ല. നാരങ്ങ അച്ചാറില്ല, അത് ആരും പെട്ടെന്ന് പറയില്ല, പെട്ടെന്ന് വിചാരിക്കില്ല ഈ ഒരു കാര്യം വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഒരു ഫ്രൂട്ടാണ്. ആർക്കെങ്കിലും അറിയാവോ? ആപ്പിളാണ് ശരിക്കും. ആപ്പിൾ വെച്ച് വരെ അമ്മച്ചി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ സാധനമുണ്ട് കേട്ടാ, ഈ സദാവലി എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിന്റെ കിഴങ്ങെടുത്തിട്ട് അച്ചാറിടും. സൂപ്പറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിവിടെ കിട്ടുന്നില്ല ഇപ്പൊ. നമുക്ക് ഈ അച്ചാറുകളൊക്കെ ഒന്ന് എല്ലാരും കാണിച്ചു കൊടുക്കണം. ആപ്പിൾ അച്ചാറ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം ആൾക്കാരെ. പിന്നെ അമ്മച്ചിയുടെ പോർച്ചുഗീസ് വരെ ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ട്. ഞാൻ അളക്കണം അമ്മച്ചി, കുറച്ച് ചേട്ടായും പണിയെടുക്കട്ടെ അല്ലേ അമ്മച്ചി? അപ്പം ഞാനിത് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്നാകും. അതങ്ങനെ സ്പീഡാണ്. അത് കൊള്ളാല്ല. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് പീല് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മാറ്റാം. വരണ്ടല്ല, വഴുന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. കാരണം ബാക്കിയുള്ള വെജിറ്റബിൾ നമുക്കിനി ചെയ്യാനുണ്ട്. എന്തായാലും 2-3 ഡിഷ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വാക്കുകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ.
അത് നമുക്ക് പഠിക്കാം. എണ്ണ എടുത്തിട്ട് ഇനി എണ്ണ ഒഴിക്കണം അല്ലേ? എണ്ണ ഒഴിക്കണം അല്ലേ? അത് ചേട്ടായി ഒഴിക്കട്ടെ. പറയണേ എന്തോരം ഒഴിക്കണം എന്നുള്ളത്. അത് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, മതി. മതിയോ? എണ്ണ നമ്മൾ കൂടുതൽ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അച്ചാറില്ലേ കുറച്ച് താഴെ കിടക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ കുറച്ച് മുകളിൽ വേണം, അല്ലെങ്കിൽ പിന്നെ അത് വേഗം ഫംഗസ് ഒക്കെ പിടിക്കുവേ. ഓക്കെ, एक तड़म डालो इसमें. അതിട്ടോളൂ. ഈ വെളുത്തുള്ളിക്ക് തമിഴിൽ പറയണത് വെള്ളപ്പൂടു എന്ന് പറയും. വെള്ളപ്പൂടു തമിഴിൽ പറയണത്. അമ്മച്ചിൻ്റെ കൂടത്തെ കോഴി കുറേ ഭാഷ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇതൊന്ന് കുറച്ച് വെന്ത് വരട്ടെ കേട്ടോ. വെന്ത് വരാനായിട്ട് എല്ലാ ലിറ്റിൽ വാടി കിട്ടാൻ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാടി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇടാട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കശ്മീരി ചില്ലിയാണ് കേട്ടോ. എന്താ പറയുന്നത്, പിരിയൻ മുളക്. നമ്മൾ പിരിയൻ മുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കളറും കിട്ടും, അത്ര എരിവും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, കാന്താരി മുളക് ഇടുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കാന്താരി മുളകിനെ എന്താ ഇംഗ്ലീഷിൽ പറയണമെന്ന് അറിയാമോ? ഭയങ്കര ഫനിയാ. ബേർഡ്സ് ഐ ചില്ലി. ബേർഡ്സ് ഐ, കാരണം അതിൻ്റെ കണ്ണ് നമ്മുടെ ഇങ്ങനെ പക്ഷിയുടെ ബേർഡിൻ്റെ കണ്ണ് പോലെയല്ലേ, അതുകൊണ്ട് അതിനെ ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹിന്ദിയിൽ പറയണതോ? ഹിന്ദി പറയണത് എനിക്കറിയില്ല. പറയുന്നത് ഹിന്ദിയിൽ ഇവിടെ യൂസ് ചെയ്യാറില്ലല്ലോ ആൾക്കാർ ഈ ഒരു മുളക്. അപ്പം നോർമൽ മിർച്ചി എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, നമ്മൾ 3 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എരിവ് ഇഷ്ടമുള്ളവർ എരിവ് കൂടുതൽ ഇടുക, കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. കാന്താരി മുളക് കാന്താരി മുളക് ഇടണം. ഇതിപ്പോൾ അമ്മച്ചി പഠിപ്പിച്ചു തന്ന റെസിപ്പിയാണ്, പക്ഷെ ഇപ്പോൾ ഞാനാണ് എല്ലാം അറിയുന്നത് പോലെ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലട്ടോ, ഇതെല്ലാം പഠിപ്പിച്ചു തന്നേക്കുന്ന എൻ്റെ കൊച്ചമ്മച്ചിയാണ് കേട്ടോ. ഷീ ടേക്സ് ഓൾ ദ ക്രെഡിറ്റ്. അപ്പോൾ അമ്മച്ചി അത് എടുത്തോ. അപ്പം നമ്മളില്ലേ ഈ കാന്താരി മുളക് ഈ മുളക് ഇട്ടിട്ട് ഇടുന്ന മുളക് പൊടി ഇട്ടിട്ട് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിത്തെറിക്കും. ആൻഡ് യു ഷുഡ് ബി വെരി കെയർഫുൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തിളച്ച എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കും, പിന്നെ അത് പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ, മുളക് ഇട്ടിട്ട് ചെയ്യണം. അപ്പോൾ മുളകൊന്ന് കുറച്ചൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് ആ ഒരു റോസ്റ്റഡ് സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ഇടുന്നത് വിനീഗറാണ്. വിനാഗിരി. അമ്മച്ചി ചൊറുക്കാന്നും പറയാം. നേരത്തെ എല്ലാവരും ചൊറുക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആണോ? ചൊറുക്ക കുറച്ച് കൂടുതൽ വേണേ, നോക്കിയിട്ട് ഇനി ഒഴിക്കാം അല്ലെ. ചൊറുക്ക കുറച്ച് വേണം, കാരണം നമ്മുടെ അച്ചാറിനൊക്കെ നല്ല പുളി, പിന്നെ മുളക്, പുളി അതന്നെ പുളി മുളകൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ. ആ ഒരു ടാങ്കി, ഒരു സ്വീറ്റ്, ബിറ്റർ അങ്ങനത്തെ ഒക്കെ ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പുളി എത്ര വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയെടുക്കണം അല്ലേ അമ്മച്ചി? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഓറഞ്ച് വരട്ടി വെച്ച ഓറഞ്ച് നമ്മളിടാണ്. അപ്പോൾ അമ്മച്ചി കുറച്ച് ഉപ്പ് ഇടാം. നമ്മൾ ഓൾറെഡി നമ്മുടെ പീൽ ഇട്ടല്ലോ, ഓറഞ്ച് പീൽ. അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് നമ്മൾ ഇടുകയാണ്. നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉപ്പ് ഇടുക. ഉപ്പ് അധികം വേണ്ടവർ ഉപ്പും പുളിയും കൂട്ടിയിടുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് പഞ്ചസാരയും കൂടി വേണേ, അതാണ് ഇതിൻ്റെ ട്രിക്ക്. ഓക്കെ, അപ്പോൾ കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ അച്ചാറിൽ. ഫുൾ ഇട്ടോ പഞ്ചസാര 2 സ്പൂൺ ഓറഞ്ചിന്റെ ഒരു കയ്പുണ്ടല്ലോ, കാരണം നമ്മൾ പുളി മുളക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഞ്ചസാര ഇടുന്നത്. പിന്നെ ഓറഞ്ച് നമ്മൾ അത്ര സ്വീറ്റ് ആണെങ്കിലും അതിൻ്റെ പുറത്തെ തൊലി കുറച്ച് ബിറ്റർ അല്ലേ, കയ്പല്ലേ. അപ്പം അതുകൊണ്ട് ഞാനൊക്കെ ഈ ഓറഞ്ച് കണ്ണിലിങ്ങനെ ചീറ്റിക്കാൻ ഇന്നും ഒരു അച്ചാറിട്ട് കഴിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ ഇത്? അപ്പോൾ നമ്മുടെ ഇതായില്ലേ അമ്മച്ചി? ഇനി 2 സാധനം കൂടി ഇടാനുണ്ടല്ലോ. ഇതെന്ത്? ഇത് ഉലുവപ്പൊടി. ഓറഞ്ച് തുടച്ചാറ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ഉലുവാപ്പൊടി. ഇതെന്നതാ? കായപ്പൊടി. അപ്പോൾ അവസാനം ഇടേണ്ട 2 ഐറ്റമാണ് ഉലുവാപ്പൊടിയും കായപ്പൊടിയും.
ഉലുവാപ്പൊടി നോക്കിയിട്ട് ഇടണം കേട്ടോ, അല്ലെ പിന്നെ കുറച്ച് കയ്പ്പ് പോലെ വരുവേ. അത് ഓഫാക്കി കുറച്ച് മതി. നമ്മുടെ ഉലുവ കുറച്ചിട്ടാൽ മതി. ഒരു ചിലർ ഉലുവ പൊട്ടിക്കുന്നതിലും നല്ലത് പൊടിയിടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുവയും കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി. പിന്നെ സ്റ്റോവ് കൂട്ടരുത്, അത് ഓഫാക്കിക്കണം. അപ്പോൾ ഹീറ്റ് നമ്മൾ നിർത്തി. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് പിക്കിൾ റെഡിയാണ് കേട്ടോ. നമുക്ക് കഴിച്ചാലോ, ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? പക്ഷേ ഈ അച്ചാർ കഴിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. എന്തോ? ഈ അച്ചാർ കഴിക്കണമെങ്കിൽ ഇത് ശരിക്കും ചേരുന്ന നല്ല ചൂട് ചോറിന്റെ കൂടത്തില് അച്ചാറുകളെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ കുറച്ച് റൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂട് ചോറിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അസാധ്യ രുചി കേട്ടോ, അസാധ്യ രുചി. പക്ഷെ ചോറിൻ്റെ ചൂട് കാരണം കയ്യും നാവും പൊള്ളിയിട്ടുണ്ട്. ഇത് അമ്മച്ചിയുടെ റെസിപ്പിയാണ്. ഇതൊരു സൂപ്പർ അച്ചാറാണ്. നിങ്ങളവർക്ക് ഈ ഞാൻ എന്തിനാ ഇത്രയും അച്ചാർ, സാധാരണ കുറച്ച് അച്ചാർ എല്ലാവരും കഴിക്കുള്ളൂ, ഇത് ഇത്രയും അച്ചാർ എന്തിനാ ഇട്ടേക്കുന്നത് വിചാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം ഈ ഓറഞ്ച് അച്ചാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയപ്പം ഇത് കറി പോലെ ഞാനിങ്ങനെ എടുത്തിട്ട് കൂട്ടുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഓറഞ്ച് എന്നല്ല, അമ്മച്ചിൻ്റെ അടുത്ത് ഏത് സാധനവും കിട്ടിക്കഴിഞ്ഞാൽ അത് അച്ചാറാക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് കിട്ടി എനിക്ക് കളയരുത്, അത് സൂപ്പർ അച്ചാറാക്കി മാറ്റാം. എല്ലാം ചെയ്യും. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കിട്ടിയാൽ ഞങ്ങൾ വിളിച്ച് വയ്ക്കും. ഇലകളോ എന്തെങ്കിലും കിട്ടിയാൽ അച്ചാറിട്ട് തരാം കേട്ടോ. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ കേട്ടോ. ഇതൊരു നല്ല അച്ചാറാണ്, നല്ല ചോറും. അപ്പോൾ സ്റ്റൈൻ എവിടെ പോയത്? ഞാനിവിടെ ഒരു കാര്യം എടുക്കാൻ പോയതാണേ. ഇതെന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. ചേട്ടാ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് എന്താന്ന്? ആപ്പിളാണോ? അല്ല അല്ല, ഈ നമ്മുടെ എന്നതായാലും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടല്ല, ഇത് ഇനിയത്തതിൽ എന്താന്നുള്ളത് പറഞ്ഞുതരാം. പറയില്ല. ഇത് ഉപ്പിലിട്ടത് നല്ലതാണ്. നമുക്കിങ്ങനെ ചോറിന്റെ കൂടെ ഇങ്ങനെ അച്ചാർ പോലെ നമുക്കിത് കഴിക്കാം. എന്തായാലും ഇതുപോലെ ഓറഞ്ച് തോട് പോലെ എന്തോ ഒരു സാധനം അമ്മച്ചി ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പിലല്ല, വിനാഗിരിയിലല്ലേ? വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും അടുത്ത വീഡിയോയിൽ ഇത് പറഞ്ഞു തരും അല്ലേ? വലിയ ബോട്ടിൽ നിറച്ച് അമ്മച്ചി ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് പകുതി ഞാനിപ്പോൾ തന്നെ തീർക്കും. ഇതിങ്ങനെ മീനൊക്കെ വറുത്തതിൻ്റെ കൂടെ ഇല്ല, റൈസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായത്, ചോറിൻ്റെ ഒക്കെ കൂടെ. എന്തായാലും അത് അടുത്ത വീഡിയോയിൽ എന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് അത് പറയാട്ടോ. പക്ഷെ ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് എന്താന്ന് വെച്ചാൽ എന്നാൽ പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അതെ, എല്ലാവരും കമന്റ് ചെയ്യണം. എന്തായാലും അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഇതിനൊപ്പം അവിടെ ഇരുന്ന് ഓറഞ്ച് തീർന്നിട്ടുണ്ട്. ആരാന്ന് എനിക്ക് അറിയത്തില്ല, ചൈനയാണോ മറ്റേ വികൃതി കൊച്ചാണോ എന്നുള്ളത് അറിയത്തില്ല. അപ്പം എന്തായാലും സൂപ്പർ അച്ചാറാണ്, എല്ലാവർക്കും ധൈര്യമായിട്ട് പരീക്ഷിക്കാം. അപ്പം പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരും അല്ലേ? അപ്പം ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? ബൈ.